കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ വിധി വന്നിരിക്കുന്നു. CPM നേതാക്കളടക്കമുള്ള 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി വിധിച്ചിരിക്കുന്നത്. CPMന്റെ നേതാവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികൾക്ക് 5 വർഷം വീതം തടവ് ശിക്ഷ കൂടി വിധിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി. കേരളം ഏറെ ചർച്ച ചെയ്ത 2019 നടന്ന കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി വന്നിരിക്കുന്നു. CPM നേതാക്കളടക്കമുള്ളവർക്കെതിരെ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. കേസിലെ 1 മുതൽ 8 വരെ പ്രതികൾക്കും 10, 15 പ്രതികൾക്കുമാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ ഈ സംഭവത്തിൽ, ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെങ്കിൽ 10ഉം 15ഉം പ്രതികൾ കേസിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് കൂടി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി. CPMന്റെ നേതാവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ കേസിൽ പ്രതിയാണെന്ന് നേരത്തെ CBI കോടതി കണ്ടെത്തിയിരുന്നു. KV കുഞ്ഞിരാമന് 5 വർഷം കഠിന ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10, 15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം. അതുപോലെ 4 CPM നേതാക്കൾക്ക് 5 വർഷം വീതം കഠിന തടവ് കൂടി വിധിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ CBI കോടതി. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നും അപൂർവത്തിൽ അപൂർവമായ കേസാണെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ പ്രതികളിൽ പലർക്കും കുടുംബമുണ്ട്, പ്രായാധിക്യമുണ്ട്, അതുകൊണ്ട് പരമാവധി ശിക്ഷ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകരും ഇന്ന് കോടതിയിൽ വാദിച്ചു. ഏറ്റവും ഒടുവിൽ ഇതാ CBI കോടതിയുടെ ഒരു വമ്പൻ വിധി വന്നിരിക്കുന്നു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, 4 പ്രതികൾക്ക് 5 വർഷം വീതം കഠിന തടവും കൊച്ചിയിലെ പ്രത്യേക CBI കോടതി വിധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസ്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 14 പ്രതികൾക്കുള്ള ശിക്ഷ കൊച്ചി CBI കോടതിയാണ് ഇന്ന് വിധി പ്രസ്താവിച്ചതും. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് മലയാളികളെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ഇന്ന് ശിക്ഷ വിധിച്ചതും. CPM നേതാവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, ഉദുമ CPM മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികളായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട CPM നേതാക്കൾ കൂടി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയതിന് പ്രതിഭാഗത്തിനും CPMനും വലിയ തിരിച്ചടിയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ 14 പേർ മാത്രമായിരുന്നു പ്രതിപട്ടികയിൽ. CBI അന്വേഷണത്തിലാണ് കൂടുതൽ CPM നേതാക്കൾ ഗൂഢാലോചനയെ പ്രതികളായത്. 2019 ഫെബ്രുവരി 17-നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും CPM ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത്. കാസർഗോഡ് പെരിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ 9, 11, 12, 13, 16, 17, 18, 19, 23, 24 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആ വിധി പുറത്തു വന്നത്. ശിക്ഷിക്കപ്പെട്ടവരിൽ 6 പേർ CPM നേതാക്കളാണ്. ശിക്ഷാവിധി ജനുവരി 3-ലേക്ക്, അതായത് ഇന്നേ ദിവസമായിരുന്നു മാറ്റിയതും. കേസിൽ എറണാകുളം CBI പ്രത്യേക കോടതിയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വിധി പറഞ്ഞത്. 20 മാസത്തോളം നീണ്ടുനിന്ന വിചാരണ നടപടിക്ക് ശേഷമായിരുന്നു കേസിൽ വിധി വന്നതും. കേസിൽ ആകെ 24 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്നും 14 പ്രതികൾ നിരപരാധികളാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും 2019 ഫെബ്രുവരി 17-നാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. എച്ചിലടക്കം റോഡിൽ കാറിലെത്തിയ സംഘം ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ബൈക്ക് തടഞ്ഞു നിർത്തിയ അക്രമി സംഘം കൃപേഷിനെയും ശരത് ലാലിനെയും അതിക്രൂരമായി തന്നെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കൃപേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു ശരത് ലാൽ മരിച്ചത്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകവും കൂടിയായിരുന്നു പെരിയ കൂട്ടക്കൊലക്കേസ്. മാത്രവുമല്ല, സംഭവം നടന്നത് CPM ശക്തി കേന്ദ്രത്തിൽ CPM നേതാക്കളുടെ അറിവോടെ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ CPM നേതാക്കളെ ഒഴിവാക്കിയെങ്കിലും CBI എത്തി പാർട്ടി നേതാക്കൾക്ക് കൃത്യമായ പൂട്ടിടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.